ജൂനിയർ പ്രസംഗ മത്സരം തുടരുന്നു. ലാസ്റ്റ് കോഡ് ലെറ്റർ ഇ. അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി അൽ ഫായിസീന ബിറദല്ലാഹി അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനമുള്ള അധ്യക്ഷനവറുകളെ, മാന്യ ശ്രോതാക്കളെ, ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, പാവനമായ റബീഉൽ അവ്വൽ മാസം സുന്ദരമായ ഈ സുദിനത്തിൽ നിങ്ങളുമായി സംവദിക്കാൻ അവസരം നൽകിയ അല്ലാഹുവിനെ ഞാൻ ആദ്യമായി സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. 1400 സംവത്സരങ്ങൾക്കപ്പുറം മാനവ സമൂഹം അധപതനത്തിന്റെ അഗാധ ഗർത്തത്തിലേക്ക് അധപതിച്ചിരുന്ന കാലഘട്ടത്തിൽ അക്രമത്തിന്റെയും അനീതിയുടെയും അനൈക്യത്തിന്റെയും കൊടും കാറ്റുകൾ ലോകത്തെങ്ങും അടിച്ചു വീശിയപ്പോൾ സത്യമതത്തിന്റെ സുന്ദര സന്ദേശവുമായി പ്രവാചകർ പ്രഭു അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അറേബ്യൻ മണ്ണിലേറിഞ്ഞത്തിൽ ആഗതനായി. ജനന സമയത്തു തന്നെ പല മഹാ അത്ഭുതങ്ങളും ദൃശ്യമായത് അവിടുത്തെ ശ്രേഷ്ഠതയ്ക്ക് മകുടം ചാർത്തുന്നു. എന്നാൽ ചരിത്രകാരന്മാർ ഡാർക്ക് ഏജ് യുഗം എന്നും വിശേഷിപ്പിച്ച 6-ാം നൂറ്റാണ്ടിലെ ക്രൂരരും അക്രമികളുമായിരുന്ന ഒരു ജനവിഭാഗത്തെയാണ് അവിടുത്തേക്ക് നേരിടേണ്ടി വന്നത്. തന്റെ രക്തത്തിൽ പിറന്ന കുഞ്ഞ് പെൺകുഞ്ഞാണെന്നറിഞ്ഞാൽ അവരുടെ മുഖം വിവരണമാവുകയും നിഷ്കളങ്കിയായ ആ ചോര പൈതലിനെ ജീവനോട് കൂടി കുഴിച്ചു മൂടുകയും ചെയ്തിരുന്നു. ഇതിൽ നിന്ന് തന്നെ അവരുടെ ക്രൂരത എത്രമാത്രം ഉണ്ടായിരുന്നുവെന്ന് നമുക്ക് ഗ്രഹിക്കാവുന്നതാണ്. അക്രമവും കൊലയും കൊള്ളവും കൊള്ളിവെപ്പും കൊണ്ടും കൊടുത്തും നിത്യസംഭവമാക്കിയ ആ സമൂഹം മദ്യത്തിലും മതിരാക്ഷിയിലുമായിരുന്നു അവർ സായുജ്യം കണ്ടെത്തിയിരുന്നത്. മനുഷ്യത്വത്തിന്റെ ബാലപാഠം പോലും വായിക്കാത്ത സംസ്കാരശൂന്യരായ ഒരു ജനവിഭാഗത്തിലേക്കായിരുന്നു സത്യമതത്തിന്റെ സന്ദേശവുമായി പ്രവാചകർ പ്രഭു അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു ചെന്നത്. അപ്പോൾ അവർ നബിയെ മർദ്ദിച്ചവശനാക്കുകയും വിമർശനത്തിന്റെ ക്രൂരമ്പുകൾ നബിക്കെതിരെ എഴുതി വിടുകയും ചെയ്തുവെങ്കിലും ചിതറാത്ത ചിത്തത്തോടും പതറാത്ത പാദത്തോടും അവിടുന്ന് പ്രബോധനം തുടരുകയും അങ്ങനെ വെറും 23 വർഷം കൊണ്ട് ധർമ്മത്തിന്റെയും നീതിയുടെയും വെളിച്ചം കാണാത്ത അന്ധകാരത്തിൽ ജനിച്ചു വളർന്ന ആ ഭീകര ഹൃദയങ്ങളിലേക്ക് സത്യമതത്തിന്റെ പൊൻപ്രഭ ചൊരിഞ്ഞുകൊണ്ട് അവരെ ലോകത്തിന്റെ നേതാക്കളും ജേതാക്കളുമാക്കി മാറ്റിയെടുത്തു. ഇതാ ലോക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത പരിവർത്തനമാണ് ഇത്. ഇതുകൊണ്ട് തന്നെ ചരിത്രകാരന്മാരും ചിന്തകന്മാരും എഴുത്തുകാരുമെല്ലാം അവരുടെ നാവിൻ തുമ്പിലൂടെയും തൂലിക തുമ്പിലൂടെയും പ്രവാചകനെ പ്രശംസിക്കുന്നത് മാത്രമല്ല, സ്വരാജ്യ സ്നേഹം ഈ നാടിന്റെ ഭാഗമാണെന്ന് പഠിപ്പിച്ച പ്രവാചക സന്ദേശം ഇന്നത്തെ വർത്തമാന കാലഘട്ടത്തിൽ വളരെ അധികം പ്രസക്തിയുള്ളതാണ്. മനുഷ്യരോട് മാത്രമല്ല സഹജീവികളോടും കരുണ കാണിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുണ്ട്. ഇർഹമു മൻ ഫിൽ അർളി യർഹമുകും മൻ ഫിസ് സമാഅ. നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക, എന്നാൽ ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും എന്ന തിരുവചനം അതാണ് സൂചിപ്പിക്കുന്നത്. അഖിരിം ജാരക വലൗ കാന കാഫിര. നിന്റെ അയൽവാസി അവിശ്വാസിയാണെങ്കിലും നീ അവനെ ബഹുമാനിക്കുക എന്ന് പഠിപ്പിച്ച പ്രവാചക സന്ദേശം തന്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറു നിറച്ച് ഭക്ഷിക്കുന്നവൻ എന്റെ സമുദായത്തിൽപ്പെട്ടവനല്ല എന്നുകൂടി വിശ്വാസികളെ പഠിപ്പിക്കുന്നു. വിശ്വാസികൾക്കിടയിൽ ഐക്യവും സ്നേഹവും നിലനിർത്താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ അധികം കണിശത പുലർത്തിയിട്ടുണ്ട്. ആധുനിക യുഗത്തിലും പൗരാണിക യുഗത്തിലും മറ്റെല്ലാ മതങ്ങളെക്കാളും വിമർശനങ്ങളും വെല്ലുവിളികളും ഏൽക്കേണ്ടി വന്ന മതമാണ് വിശുദ്ധ ഇസ്ലാം. ആരെല്ലാം ആത്മാർത്ഥമായി വിമർശിക്കുകയും വെല്ലുവിളിക്കുകയും ചെയ്തു അവരെല്ലാം ഇസ്ലാമിന്റെ ശാദ്വല തീരത്തേക്ക് കടന്നു വരികയാണ് ചെയ്തിട്ടുള്ളത്. സുഹൃത്തുക്കളെ, ഇത്രയും പറഞ്ഞ് എന്റെ വാക്കുകൾക്ക് വിടാം. അസ്സലാമു അലൈക്കും.